സാദിഖ് അലി തങ്ങൾക്കെതിരായ പ്രസ്താവനകളിൽ ഖേദം പ്രകടിപ്പിച്ചതിനെ ചൊല്ലി സമസ്ത ലീഗ് തർക്കം. ഹമീദ് ഫൈസിയും ഉമർ ഫൈസിയും തങ്ങൾക്കെതിരായ പ്രസ്താവനകളിൽ ഖേദം പ്രകടിപ്പിച്ചെന്നും അത് പുറത്തു പറഞ്ഞില്ലെന്നും പി.കെ. കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. നീതിപൂർവമല്ല നേതാക്കളുടെ പ്രതികരണമെന്ന് സാദിഖ് അലി തങ്ങൾ പറഞ്ഞു. പ്രശ്നങ്ങൾ പൂർണ്ണമായി പരിഹരിച്ചില്ലെന്ന് ജിഫ്രി തങ്ങളും മാപ്പ് പറയുക ദൈവത്തോട് മാത്രമെന്ന് ഉമർ ഫൈസിയും പ്രതികരിച്ചു. ജിഫ്രി തങ്ങൾക്കൊപ്പം ഇന്നലെ പാണക്കാടെത്തിയ ഉമർ ഫൈസി മുക്കവും ഹമീദ് ഫൈസി അമ്പലക്കടവും സാദിഖ് അലി തങ്ങൾക്കെതിരെ പരാമർശങ്ങളിൽ ഖേദം പ്രകടിപ്പിച്ചിരുന്നു. എന്നാൽ ഇന്നലെ മലപ്പുറത്ത് ഇരുവരും നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ഖേദപ്രകടനത്തിന്റെ കാര്യം മാത്രം മറച്ചുവെച്ചു. ഇതിലെ അതൃപ്തിയാണ് സാദിഖ് അലി തങ്ങൾ ഇന്ന് പ്രകടിപ്പിച്ചത്. നമ്മളോട് പറഞ്ഞാൽ പോരാ, ഇത് പൊതുസമൂഹത്തോടാണ് പറയേണ്ടത്. കാരണം നിങ്ങൾ പുറത്താണ് ഇതൊക്കെ പറഞ്ഞിട്ടുള്ളത്. ഞങ്ങൾ സംസാരിച്ച വിഷയങ്ങളുമായി നീതി പുലർത്തുന്ന ഒരു പ്രതികരണമല്ല അവരിൽ നിന്നുണ്ടായത്. ഇതല്ലാതെ മറ്റൊരു കാര്യവും ചർച്ചയായില്ലെന്ന് പി.കെ. കുഞ്ഞാലിക്കുട്ടിയും വ്യക്തമാക്കുന്നു. അത് മുക്കം ഉമർ ഫൈസിന്റെ ഭാഗത്തുനിന്നും അതുപോലെ തന്നെ ഹമീദ് ഫൈസിന്റെ ഒക്കെ വന്ന ചില പ്രസ്താവനകൾ അത് തങ്ങൾക്ക് വിഷമമുണ്ടായിട്ടുണ്ട്, ഞങ്ങൾക്ക് ഖേദമുണ്ട് എന്നാണ് ഇവിടെ പറഞ്ഞത്. അത് ഞങ്ങൾ പുറത്ത് പറയാനുള്ള ധാരണയിലാണ് പോയത്. പക്ഷെ അത് മാത്രം പറഞ്ഞില്ല. എന്നാൽ സമസ്തയിലെ CPI അനുകൂലികൾ വിട്ടുകൊടുക്കേണ്ട നിലപാടിലാണ്. ഖേദപ്രകടനത്തെക്കുറിച്ച് ചോദ്യത്തിന് ഉമർ ഫൈസി ഇങ്ങനെ മറുപടി നൽകി. അങ്ങനെ ഖേദത്തിന്റെ ആവശ്യമൊന്നുമില്ലല്ലോ നമുക്ക്. പിന്നെ തങ്ങൾക്കും ഇങ്ങോട്ടും ഖേദമില്ല, അങ്ങോട്ടും ഖേദമൊന്നുമില്ല. നമ്മൾ പറഞ്ഞിട്ട് ഇപ്പോൾ നമ്മൾ എന്താ വിഷയം ഉണ്ടായിട്ട് പറഞ്ഞു തീർന്നില്ലേ, എത്രയല്ലേ ഉള്ളൂ. മാപ്പ് അള്ളാഹിനോടാ പറയാ. ഞങ്ങൾ അള്ളാഹുവിനോടല്ല വേറെ ആളും പറഞ്ഞു. ഞങ്ങൾ അസ്തഗ്ഫിറുല്ലാഹ് എന്ന് പറഞ്ഞാൽ അള്ളാഹിനോട് പറയലാണ്. വേറെ ഒരാളോട് നമ്മൾ മാപ്പ് പറയേണ്ട ആവശ്യമൊന്നുമില്ല. പ്രശ്നങ്ങൾ പരിഹരിച്ചില്ലെന്ന സൂചന സമസ്ത പ്രസിഡന്റും നൽകി. സമസ്തയിലെ CPI അനുകൂലികളുമായുള്ള ലീഗിന്റെ തർക്കം പരിഹരിക്കാതെ കിടക്കുകയാണെന്ന് നേതാക്കൾ ഇന്നത്തെ പ്രതികരണങ്ങൾ വ്യക്തമാക്കുന്നു. മലപ്പുറം ബ്യൂറോയ്ക്കൊപ്പം മുഹമ്മദ് അസ്ലം, മീഡിയ 1, കോഴിക്കോട്.